ആരാണ് കമറുന്നീസ കാടാമ്പുഴ എന്നുള്ളത് ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. നമ്മളെ വേദനിപ്പിക്കുന്നത് നമുക്കൊരു അല്ല അതൊക്കെ വിഷയമില്ല. അത് ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചല്ലോ. കാരണം വെച്ചാല് മഹാകുംഭമേളയില് അവിടെ അഹിന്ദുക്കളല്ലാത്ത, അതായത് ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം ഇല്ല എന്ന ബോർഡ് അവിടെ ഉണ്ടോ ഇല്ലേ ഞാൻ ചോദിച്ചു. അതില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനർത്ഥം അവിടെ എല്ലാവർക്കും, മനുഷ്യരായി നിൽക്കുന്ന എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശനം ഉണ്ട് എന്നാണ്. നിങ്ങൾ ഇവിടെ മലപ്പുറം ജില്ലയുടെ SNDSന്റെ പ്രസിഡന്റ് ആണ്, അങ്ങനെ വൈസ് പ്രസിഡന്റാണ് ഞാൻ. വൈസ് പ്രസിഡന്റ് ആണ്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി, നിങ്ങളെപ്പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സഹോദരിമാരോട്, വനിതകളോട്, സ്ത്രീരത്നങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത്, തളർന്നു പോകരുത്. ഇടറി വീടിന് പോയി കഴിഞ്ഞാൽ ആരും താങ്ങാനുണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ ഇതെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, അതിന്റെ റിക്വസ്റ്റ് ആണ്. മുന്നേ അവിടെ നിന്ന് എന്റെ ജ്യേഷ്ഠ സഹോദരനായി ഞാൻ കാണുന്ന നെടുകര ഗോപിയേട്ടനാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത്. ആ സമയത്ത് എന്നോട് ഗോപിയേട്ടൻ ചോദിച്ചു, നിഷ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നീ നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെ? അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എന്റെ ഹസ്ബൻഡ് ആയിരുന്ന ആള് നല്ലൊരു മനുഷ്യനായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ 4 ചുമരുകൾക്കുള്ളിൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിട്ടുണ്ടാവും. ഞാൻ ഇത് ഇങ്ങനെ തുടങ്ങിയ ഒരു അക്കൗണ്ട് ആയപ്പോൾ ഇതിനകത്ത് തന്നെ മോട്ടിവേഷൻ ചെയ്യണോ എന്നുള്ളൊരു ആശങ്കയിൽ ഇങ്ങനെ പോവാണ്. നിങ്ങളെ പറ്റി പലർക്കും അറിയില്ല ആരാണ് കമറുന്നീസ എന്നുള്ളത്. പലർക്കും ഇനിയും പുറലോകത്ത് ശരിക്കും നിങ്ങളെ ആ ഒരു നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹലോ, കമറുന്നീസയുടെ അല്ലേ ഇത്? എന്റെ പേര് സുബൈർ ബാബു. ഞാനിപ്പോ വിളിച്ചതേ, കുംഭമേളയ്ക്ക് നിങ്ങൾ പോയല്ലോ, മഹാകുംഭമേളയ്ക്ക്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു. നല്ല കമന്റുകളും ഉണ്ട്, കുറച്ച് വൾഗറായിട്ടുള്ള കമന്റുകളും കാണാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ കുംഭമേളയ്ക്ക് പോവാനുണ്ടായ ഒരു കാരണം? എന്തുകൊണ്ടാണ്? ആക്ച്വലി അതിന് എനിക്കൊരു ആൻസർ ഇല്ല. ഞാൻ പോലും പോകുന്ന എനിക്ക് ആരെങ്കിലും കൂടെ കിട്ടുന്ന ഒന്നും നമ്മൾ വിചാരിച്ചതല്ല, പോകാൻ പറ്റുന്ന ഒന്നും വിചാരിച്ചതല്ല. അതൊരു നിയോഗമായിരിക്കും, അത്ര മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ കഴിയൂ. അപ്പോ കുംഭമേളക്ക് പോകുന്നതിന് മുമ്പ് വീട്ടില് സമ്മതം ചോദിച്ചിരുന്നോ? വീട്ടുകാർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ? ആക്ച്വലി ഞാൻ പ്രത്യേകിച്ച് ഞാൻ ടെമ്പിൾസിൽ എവിടെയൊക്കെ പോകുന്നതാണ്. ഞാൻ അങ്ങനെ വീട്ടിൽ സമ്മതം ചോദിച്ചു. വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു നല്ല അവര് മുസ്ലിം യാഥാസ്ഥിക കുടുംബങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് സമ്മതം ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് മാത്രമല്ല, ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴൊന്നും ഞാൻ അവർക്ക് പറയാറില്ല. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ ബ്ലഡ് ഡൊണേഷൻ അത് അവർക്ക് പേടിയാണ്. അത് കഴിഞ്ഞ് വന്നിട്ടേ പറയാറുള്ളൂ. അതേപോലെ കഴിഞ്ഞ് വന്ന് നമ്മളത് സൂചിപ്പിക്കുക എന്നുള്ളത് തരത്തിൽ തന്നെ നിന്നത്. അങ്ങനെ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞവരെ വേദനിപ്പിക്കാറില്ല. എങ്കിലും നമ്മുടെ സന്തോഷം, കാരണം ഇതൊരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിതൊരു സ്വകാര്യമായിട്ട് പോയതാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പബ്ലിക്കലി ഈ ഒരു പോസ്റ്റും സ്വകാര്യമായിട്ട് പോയതല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാന്നുള്ള തരത്തിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡ് ഡൊണേഷന് പോകുമ്പോൾ ഞാൻ സ്വകാര്യമായിട്ടാ പോവാ. വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്തു. അപ്പൊ കിട്ടുന്ന വഴക്ക് ഞാൻ വാങ്ങിക്കാറുമുണ്ട്. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. സത്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം എന്നുള്ള തരത്തിലാണ് ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്യാറ്. ഇതിപ്പോ നിങ്ങൾ അവിടെ പോകുമ്പോൾ പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മറ്റു സഹോദരിമാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അവിടെ നിങ്ങൾ കാണാൻ സാധിച്ചോ? അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവിടെ. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, അറിയാലോ. ഒരുപാട് ഏകദേശം 66 കോടി ജനങ്ങൾ അവിടെ വന്നവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈന്ദവരായ ആളുകളല്ല. ജാതിമത വർഗ രാഷ്ട്രീയ ഭേദമന്യേ അവിടെ വന്നവരുണ്ട്. അതിൽ ഫേമസ് ആയ ആളുകളും ഉണ്ട്. നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു അവരുടെ വീട് ഇവിടെ പെരിന്തൽമണ്ണ തോന്നുന്നു. ആതിക അമീനാജി അവര് വന്നിട്ടുണ്ട്, നുസ്രത്ത് ജി ഉണ്ട്. ഇതുപോലെ അറിയുന്നവരെ പേര് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. ഹിന്ദുക്കളല്ലാത്തവർക്ക് അവിടെ പ്രവേശനമില്ല എന്നൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ യാതൊരു ബോർഡും ഇല്ല. എനിക്ക് തോന്നുന്നു അവിടെ സമീപവാസികളായ ആളുകൾ എല്ലാവരും ഇപ്പം ഹൈന്ദവരായ ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ജോലി ചെയ്യുന്നവരൊന്നും അവിടെ യാതൊരു പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പോലും ഞാൻ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് പോയ ഒരാളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു എന്താ പറയാ മുസ്ലിമാണ്. എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, ഞാനൊരു മുസ്ലിം
കുടുംബത്തിലുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ഐഡന്റിറ്റി അവിടെ മറച്ചു വെച്ചിട്ടില്ല, മറച്ചു വെക്കേണ്ട സാഹചര്യം അതിന്റെ വന്നിട്ടില്ല. ആവശ്യമേ ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഷെൽട്ടറിൽ നിൽക്കുന്ന, ഞാൻ ജുനാഗാദ എന്നുള്ള ഒരു പിന്നെ ടെന്റിലാണ് താമസിച്ചത്. അവിടെ പോലും ആധാർ കൊടുക്കാതെ അക്കോമഡേറ്റ് ചെയ്യില്ല. അവിടെ എൻ്റെ ആധാറിന്റെ കോപ്പി കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്നത്. അവിടെ അപ്പൊ ആധാർ അവർ വാങ്ങിയപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞോ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനമല്ല, ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെ പറഞ്ഞോ? ഒരിക്കലുമില്ല. ഞാൻ മറ്റൊരു, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് വളരെ സ്നേഹത്തോടെയുള്ള പരിചരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനൊരു അന്യ മതസ്ഥയാണെന്ന് തോന്നുന്ന പോലെ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല, എനിക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ മഹാകുംഭമേളയിലേക്ക് എല്ലാ മതസ്ഥർക്കും സ്വാഗതം എന്നായിരുന്നു അവിടുത്തെ ഉദ്ദേശ ലക്ഷ്യം? അങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാം. അവിടെ അങ്ങനെയൊന്നും ബോർഡൊന്നും വെച്ചിട്ടില്ല. അവിടെ തീവ്രവാദികളല്ലാത്ത എല്ലാവർക്കും വരാം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. എല്ലാ മതത്തിലും ഉണ്ടല്ലോ തീവ്രവാദികൾ, ഇന്ന മതമൊന്നുമില്ലല്ലോ, എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ടല്ലോ. പിന്നെ എല്ലാ മതത്തിലുണ്ട്, എങ്കിൽ കൂടി നമ്മുടെ മതത്തിലാണല്ലോ കൂടുതൽ. അത് അംഗീകരിക്കുന്നുണ്ടോ? നമ്മളെ മതത്തിൽ മാത്രമൊന്നുമല്ല, നമ്മളെ മതസ്ഥരല്ലാത്ത മറ്റു രാജ്യങ്ങളിലും തീവ്രവാദികളുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ എല്ലാ രാജ്യത്തും എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട്. അത് മുസ്ലിങ്ങളിൽ കൂടുതലാണെന്നുള്ള മറ്റുള്ള ആൾക്കാർ പറയുന്നു. അല്ല, അതെ മറ്റു ആൾക്കാർ പറയുന്നതല്ല. ഇപ്പൊ തന്നെ ഞാൻ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ ഉമ്മയെ വെട്ടിക്കൊന്ന കേസുകൾ എടുത്തു നോക്കൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആണ്. ഇപ്പോൾ 23 വയസ്സിന് താഴെയുള്ള, ഇപ്പോൾ നമ്മളെ താമരശ്ശേരി ഒരു മോനെ, 10ാം ക്ലാസ് പഠിക്കുന്ന മോനെ ചേർന്ന് എല്ലാവരും ആക്രമിച്ചു. എല്ലാം നോക്കിയാലും ഏറ്റവും കൂടുതൽ അതിൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ്. മാത്രമല്ല കള്ളക്കടത്ത്, ലഹരി കടത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ആരാണ്? കേരളത്തിൽ നിന്ന്. കേരളം ഒരിക്കലും BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് BJPക്കാർ കൊടുക്കുകയെന്ന് അവർക്ക് പറയാനും പറ്റില്ല, അല്ലേ? ഇതാണല്ലോ ഇവിടെ പൊതുവെ പറയുന്നത്. പക്ഷെ അതല്ല. എന്നിട്ട് പോലും ഇവിടെ അതിന്റെ കൃത്യമായ അന്വേഷണങ്ങളിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മതം പറയുന്ന ആളുകൾ തന്നെയല്ലേ അതിനകത്ത് ഇത്തരത്തിലുള്ള വൾഗർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരും തലമുറയെ പോലും നശിപ്പിക്കുന്നത്. അത് ശരിയാണ്. അതിപ്പോ പലയിടത്തും ഇപ്പോൾ വിസകൾ പോലും നിരോധിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വിസ ഇല്ല എന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മുസ്ലിംസിന് ഒരുപാട് റിസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ പോകാനുള്ള കാര്യങ്ങളിലൊക്കെ. അത് തന്നെ ആലോചിച്ചാൽ പോരെ നമുക്ക്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പിന്നെ അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്ത ഫോട്ടോസും വീഡിയോസും നിങ്ങൾ പോസ്റ്റ് ചെയ്തു. അത് നിങ്ങൾ വീട്ടിൽ അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? തീർച്ചയായും. വീട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറൊന്നും ഓവറായിട്ട് ഇത് ഇൻസ്റ്റയും FB ഒന്നും പോസ്റ്റ് നോക്കുന്ന ഒരാളല്ല. സത്യം പറഞ്ഞാൽ കുടുംബങ്ങളിൽ നിന്ന് അവരൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഫാദർ അറിയും. അതിന് മുന്നേ ഇതിനകത്ത് എൻ്റെ ഈ ഫോട്ടോ മഹൽ ഗ്രൂപ്പിൽ ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി എൻ്റെ ഉപ്പൻ്റെ ഫോണിൽ മാത്രമേ ഉള്ളതാണ്. അത് ഫോട്ടോ മാത്രമാണ് ഷെയർ ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിലും എൻ്റെ ഫോണിലുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടർ വെച്ച് ഞാനത് അപ്പം തന്നെ എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഫേസ്ബുക്കിൽ അത് അറിയിക്കുമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവര് കുംഭമേളക്ക് പോയത് ഇത്ര വലിയ സീൻ ആക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, ഇവര് നമ്മളെ കൂടെ വരട്ടെ. ഗണേശ് ഉത്സവ് ബോംബെയിൽ, ഈ ഗണേശ് ഉത്സവത്തിന്റെ അന്നൊക്കെ ഇവര് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ അതിന്റെ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ വേറെ ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ അവിടെ ഞാനതാ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചത്, അവിടെ അഹിന്ദുക്കൾക്ക്, അതായത് ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് അവിടെ കണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം അതാണ്. അങ്ങനെ ബോർഡ് അവിടെ കണ്ടിട്ടില്ലെങ്കിൽ അവരെ എല്ലാവരെയും സ്വീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ മലപ്പുറം ജില്ലകളിലൊക്കെ ഇപ്പോൾ പൂരത്തിന്റെ സീസണാണ്. പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസങ്ങളിലൊക്കെ പൂരം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആ പൂരത്തിന് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അതോടൊപ്പം അതിനകത്തായാലും പുറത്തായാലും ഈ മലപ്പുറം ജില്ലകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്സവം കാണാൻ പോകുന്നത് ഉസ്താദന്മാർ പോകുന്നത് ഞാൻ കാണാം, തൊപ്പിയിട്ട് പോകുന്നത് കാണാം. ഈ ഉത്സവം അവിടെ ചെണ്ട കൊട്ടുന്നത് ആസ്വദിക്കുന്ന ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങളെ വിമർശിക്കുന്ന ഈ സൈബർ പോരാളികൾ എന്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നില്ല? ആക്ച്വലി ഇതിപ്പോ പൂരങ്ങളിലൊക്കെ പോകുന്നത് പോലെയല്ല ഇതിനെ എടുത്തിട്ടുള്ളത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് UP-യിൽ ഇവര് വിചാരിക്കുന്നത് യോഗി ആദിത്യനാഥ്, അദ്ദേഹം BJP-യുടെ നമുക്കറിയാലോ, BJP പോരാളി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊരു കാര്യം രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്ന ഒരു പ്രവണത ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നടന്ന ഒരു സംഭവം അതൊരു ആത്മീയ സംഗമമാണ്, അതല്ലെങ്കിൽ 144 വർഷങ്ങൾക്ക് ഇപ്പുറം വരുന്ന ഒരു മഹാകുംഭമേളയാണെന്നപ്പുറത്തേക്ക്
അതിനെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഇതിനെ വിമർശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ BJP ആവാത്തതിന് മുന്നേ ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിക്ക് പോവുകയും അവിടെ വിളക്ക് കൊളുത്തി ഗുരുവിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലോ നാട്ടിലോ അതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഒരു പ്രസ്ഥാനത്തിലായതുകൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രത്തോളം വിമർശനങ്ങൾക്ക് വിധേയമായെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ SNDS എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ശ്രീനാരായണ ധർമ്മ സേവാ സംഘം. ഞാൻ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ആ ആശയങ്ങളോട് ജീവിക്കുന്ന ഒരാളാണ്. അതൊരു പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടുകയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ നാള് തന്നെയാണ് എൻ്റെ നാളും സത്യം പറഞ്ഞ. അപ്പൊ ഗുരുവിന്റെ ആശയങ്ങൾ അത് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു വീട ഉറുമ്പിന് പോലും വരുത്തരുതെന്ന അനുകമ്പ, ആ അനുകമ്പ ഇന്ന് എത്ര പേർക്ക് ഉണ്ട്? ജാതി പറയുന്നു, മതം പറയുന്നു, ഇത്തരത്തിലുള്ള ഒരുപാട്. ഇപ്പൊ കുംഭമേളക്ക് പോയത് എന്നെ മാത്രം ബാധിക്കുന്ന കേസാണ്, അതൊരാളെയും ബാധിക്കുന്ന കേസല്ല. അതൊക്കെ വിഷയമാണ്. അതുപോലെ നമ്മുടെ നഫീസുമ്മ പിന്നെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി മകളുടെ കൂടെ മണാലി പോയത് അത് ഒരാളെ ഇവിടെ ബാധിക്കുന്ന കേസല്ല, അല്ലേ? അത് പേഴ്സണലി കാര്യമാണ്. അത് വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണേണ്ടവർക്ക് കാണാം, കാണേണ്ടാത്തവർക്ക് കാണണ്ട. ഒരു രാജ്യദ്രോഹ കുറ്റമല്ല അത്. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ 23 വയസ്സിന് താഴെയുള്ള മക്കളെ, അതിൽ ഉമ്മമാരെ കൊല്ലുന്നത് അതൊരു വലിയ തെറ്റാണോ? ഇവിടെ മണാലി ഉമ്മ പോയത് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നില്ല. ഇവരെ നന്നാക്കാൻ ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല. അപ്പൊ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ ആശയത്തിലോട് ജീവിക്കുന്നതാണ്. ഒരു പീഡ ഉറുമ്പിന് പോലും, ഒരു വേദന ഉറുമ്പിന് പോലും വരുത്തരുതെന്നാണ് നമുക്ക്. കാരണം ഉറുമ്പിന് പോലും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് എന്താ പറയുക, നമ്മൾ സ്വാർത്ഥമായ മനുഷ്യർ മാത്രമല്ല. അപ്പൊ അത് എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ആശയത്തിൽ ജീവിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം, അത് ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒരാളെയും വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതിയോടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗുരുദേവനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത്, എൻ്റെ ഗുരുവായിട്ട് ഞാൻ കാണുന്നതും. ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം മെയിനായിട്ട് എന്താണ്? മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട ഉറുമ്പിന് പോലും ഒരു തരുന്ന അനുഗമനം. അതുപോലെ മതമേതായാലും പിന്നെ അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ മതത്തിനപ്പുറത്തേക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല മതസാരവും ഏകമെന്ന ആശയം, അല്ലെ? എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്ന് തിരിച്ചുകൊണ്ട് എല്ലാം ഒരു നന്മയിലേക്ക് പോകണമെന്ന് തിരിച്ചുകൊണ്ട് കാണാനുള്ള ഒരിത്. അപ്പോൾ ഗുരുദേവൻ തന്നെ പലപ്പോഴും പിന്നെ മനുഷ്യര് മതമേതായാലും മനുഷ്യർ നന്നാവാന്നുള്ള ഒരു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള അങ്ങനെയുള്ള കുറേ നല്ല ഇത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് പറയാം. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധർമ്മപക്ഷത്തിൽ നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തിൽ നിന്ന് പരാജയപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ്. ഗുരുവിനെ മാത്രമല്ല, ഞാൻ സ്വാമി വിവേകാനന്ദനെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് ആശയങ്ങൾ, അത് വല്ലാത്തൊരു, അദ്ദേഹത്തിന്റെ ഒക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് അദ്ദേഹത്തിന്റെ ഗുരു. അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രീരാമകൃഷ്ണ മിഷന്റെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പലരും അവർക്ക് ഉചിതമായ രീതിയിൽ മാറ്റിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചതിൽ ഏറ്റവും നല്ല ശ്രീരാമകൃഷ്ണ മിഷന്റെ അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഗുരുവിനെ പഠിക്കാനും അവരൊക്കെ അപ്പൊ നിങ്ങൾ ഏത് മതത്തിലാണോ ആ മതത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യുക എന്ന് പഠിപ്പിക്കാനും വിവേകാനന്ദ സ്വാമിയായാലും ഗുരുദേവനായാലും അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് മതം മാറണം എന്നുള്ള തരത്തിലേക്കോ ഇത്രത്തോളം തീവ്ര ചിന്തകളിലേക്കോ അവരൊന്നും വന്നിട്ടില്ല. മതം മാറണം എവിടെയും പറയുന്നില്ല, പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, അതൊന്നും അത് ഗുരുവിനെ എനിക്ക് തോന്നുന്നു ഗുരുവിനോട് തന്നെ ആരോ ഒന്ന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇഷ്ടമായിട്ട് മതം മാറാൻ ചെന്നിട്ട് പറഞ്ഞപ്പോ വേണ്ട, നിങ്ങൾ ആ നിൽക്കുന്ന മതത്തിൽ നമ്മുടെ സമുദായത്തിലുള്ളത്, ഞാൻ എടുത്തു പറയല്ല, ഈ ഒരു സമുദായത്തിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ ഇഷ്ടമായിട്ട് മതം മാറാൻ ചെന്നപ്പോൾ വേണ്ട, നിങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവേകാനന്ദ സ്വാമികളടുത്ത് എത്ര അദ്ദേഹത്തിന്റെ പിന്നെ ശിഷ്യ നോക്കിയല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അതിൽ യൂറോപ്പിലുള്ളവരൊക്കെ ഉണ്ട്. അവരോടൊന്ന് നിവേദിത എന്ന് പറഞ്ഞ സിസ്റ്റർ നിവേദിത, അവരൊക്കെ ഒരുപാട് ആശയങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവരൊക്കെ മാറ്റം വരുത്തി ഈ തരത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴും അതുപോലെ യൂറോപ്പിലായ പലരെ ആളുകൾ വന്നിട്ട് മതം മാറാൻ നിന്നപ്പോൾ അത് വേണ്ട. അതുപോലെ കാവ്യ വസ്ത്രധാരണം മാത്രമല്ലായിരുന്നു അവർക്കൊന്നും പിന്നെ ഇദ്ദേഹം ഇമ്പോർട്ടൻ്റ് കൊടുത്തത്.
അവരേത് വേഷത്തിലാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ നന്മയുണ്ടായിരിക്കണം എന്നും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ആ മതം വിട്ട് ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നേരെ മറിച്ച് മറ്റൊരു വിഭാഗത്തിന്റെ ആളുകളാണെങ്കിൽ ഇപ്പൊ നമ്മുടേത് തന്നെയാണെങ്കിലും മതം മാറി നിങ്ങൾ വരുന്ന അതിനെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലെ? അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇത് കാണുന്നത്. നമ്മൾ ജനിച്ച മതത്തിൽ നിന്നുകൊണ്ട് ധർമ്മം ചെയ്യുക. ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ള മതത്തെ നിന്ദിക്കുക എന്നല്ല. എല്ലാം ഒരേ തലങ്ങളിലേക്ക് തന്നെയാണ്. പല മത സാരവും ഏകം. എല്ലാ മതത്തിന്റെയും സത്ത ഒന്ന് തന്നെയാണെന്നും ദൈവം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണെന്നും പഠിപ്പിച്ചുകൊണ്ട് മുന്നേറുക. ഞാൻ എവിടെയോ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, താങ്കൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തെ തേടി ഞാൻ അലഞ്ഞു, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ല ഈശ്വരൻ. ഒടുവിൽ ഞാൻ ആ ഈശ്വരനെ എന്റെ ഹൃദയത്തിൽ കണ്ടെത്തിയത്. എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഈശ്വരനെ, അതാണ് ഞാൻ മറ്റെവിടേക്ക് തെരഞ്ഞത്. ആ ലെവലിലേക്കാണ് നമ്മൾ മാറേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങള് ഇവിടെ മലപ്പുറം ജില്ലയുടെ SNDSന്റെ പ്രസിഡന്റ് ആണ്, അങ്ങനെ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ. വൈസ് പ്രസിഡന്റ് ആണ്. നിങ്ങളൊരു സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ കുടുംബം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ അത്രയും നല്ലൊരു പദവിയിലേക്ക് എത്താനുണ്ടായ കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ ഞാൻ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ചാരിറ്റി ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവരായിട്ട് തന്നെ എന്നെ തിരഞ്ഞെടുക്കും. പലതിലും സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ചോദിച്ചു വാങ്ങിയ സ്ഥാനങ്ങളല്ല. ഇങ്ങനെ ഞാനൊരു വലിയ സംഭവമാണെന്നൊന്നും പറയുന്നില്ല, അതൊരു നിയോഗമായിരിക്കാം എന്ന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ. പക്ഷേ അത് എൻ്റെ ഒരു നിയോഗമായതുകൊണ്ടായിരിക്കും. ഞാൻ അതിനകത്ത് മാത്രമല്ല, ഞാൻ രവീന്ദ്രനാഥ പീസ് ഓർഗനൈസേഷന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ എന്താ പറയാ, തണൽ എന്ന് പറഞ്ഞ മറ്റൊരു റവന്യൂ ടവറിന്റെ കോർഡിനേറ്ററാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല തരത്തിലും എനിക്ക് ആ സ്ഥാനം പലപ്പോഴും ഞാൻ അപ്പോൾ സ്ഥാനം തരുമ്പോൾ ഞാനത് വേണോന്നുള്ള അത് വേണോ എന്ന് ചോദിക്കുന്ന ഒരാളാണ്. കഴിവുള്ളവരുണ്ടെങ്കിൽ അവർ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോകുന്ന ഒരാൾ തന്നെയായിരുന്നു. അതിപ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആയാലും അതിന് മുന്നേ ഞാൻ നിന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയപ്പോഴൊക്കെ അത് നമ്മളെ ഇഷ്ടം കൊണ്ട് അവർ തരുന്ന വിശ്വാസം ആയതുകൊണ്ട് തന്നെ നമ്മളത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ഇതിനകത്തും അങ്ങനെ തന്നെ ഉണ്ടായത്. അല്ലാണ്ട് സ്ഥാനത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അവിടെ എത്തിപ്പെട്ടതെന്നുള്ള എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അതോടൊപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ശരിക്കും ഒരു പെൺപുലിയായിട്ടാണ് ഇപ്പം കേരളക്കാരെ അറിയപ്പെടുന്നത്. കാരണം വെച്ചാൽ ആരും എത്തിപ്പെടാത്ത പല മേഖലകളിലേക്ക് നിങ്ങൾ ഒറ്റക്ക് എത്തിപ്പെടുന്നു, പല അവസരങ്ങളും നിങ്ങൾക്ക് വരുന്നു, പല സ്ഥാനങ്ങളും നിങ്ങൾക്ക് വരുന്നു. അതോടൊപ്പം നിങ്ങൾ പ്രൊഫഷണലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു ഇംഗ്ലീഷ് മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നു, ഇംഗ്ലീഷ് ട്രെയിനറാണോ? ഓക്കെ, ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ക്ലാസ് എടുക്കാറുണ്ട്. അതോടൊപ്പം പ്രസന്റേഷൻ ഫീൽഡിൽ നമ്മൾ ഒരുവിധം, അതായത് സ്റ്റുഡൻസ് ബേസ്ഡ്, എൻ്റെ മുന്നിൽ ഓഡിയൻസ് ഉണ്ടാവണം, അങ്ങനെയുള്ള മേഖലകൾ. അതായത് നമ്മളിപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഹൈസ്കൂൾ മുതലുള്ള സ്റ്റുഡൻസിന് മാത്രമേ ക്ലാസ് എടുക്കാറുള്ളൂ. താഴേക്ക് ഞാൻ അത്രത്തോളം ടാലന്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. താഴെയുള്ള കുട്ടികളെ ഡീൽ ചെയ്യുന്ന അധ്യാപകരെന്ന് പറഞ്ഞാൽ അവർ വളരെ ക്ഷമയോടുകൂടി അത്രയും നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഞാൻ അത് ഹൈസ്കൂൾ മുതലുള്ള ഏത് കാറ്റഗറിയുള്ള ആളുകൾക്കും നമ്മൾ മോട്ടിവേഷൻ ആയാലും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയാലും മറ്റു തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെയും ഒക്കെ നമ്മളത് ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പല കമ്പനികളുടെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ ലാംഗ്വേജ് വെരിഫിക്കേഷൻ നമ്മളാണ് നടത്തി കൊടുക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് നല്ലതുപോലെ സംസാരിക്കുന്ന കേൾക്കാറുണ്ടല്ലോ, അതിന്റെ നിങ്ങൾ വിദേശത്തെവിടെയും പോയിരുന്നോ, അതോ വിദേശത്ത് പോയിട്ട് നിങ്ങൾ പഠിച്ചതാണോ? എങ്ങനെയാണ്? വിദേശത്ത് പോയി പഠിച്ചതല്ല. ആക്ച്വലി ഞാൻ ജോലിക്ക് നിൽക്കുന്നവർക്ക് എന്നോട് പറയുന്നത് മലയാളം സംസാരിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ ബാൻ ചെയ്തിട്ടുള്ളതാണ്. എന്നോട് ഇംഗ്ലീഷ് മാത്രമേ പറയാവൂ എന്ന് ആണ്. അത് അവരുടെ കമ്പനിയുടെ അതല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിന്റെ പബ്ലിസിറ്റിക്കായിരിക്കും. ഈവൻ ഡ്രസ് കോഡ് പോലും മാറാറുണ്ട്. പലപ്പോഴും എനിക്ക് സാരി പോലെയുള്ള ചുരിദാർ പോലെയുള്ള ഡ്രസ്സുകൾ അലൗഡ് അല്ല സത്യം പറഞ്ഞാൽ. പാന്റ് ഷർട്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അവിടെ എന്ന് വെച്ചാൽ അവർ അങ്ങനെ സ്ട്രിക്റ്റായി ബാൻ ചെയ്തത് കൊണ്ട് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണല്ലോ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ മലയാളം യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ ഇതുപോലെ മാതൃഭാഷ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ അത് എത്രയായാലും നമ്മുടെ ഭാഷയാണ്. അത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വേറെ സംഭവം തന്നെയാണ്. അപ്പൊ നമ്മളെ കൊണ്ടുപോയിട്ട് മലയാളം ഇംഗ്ലീഷ് മാത്രം എന്നുള്ളതിൽ ഇതാവുമ്പോൾ
പറയുമ്പോൾ അന്നൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്ന മലയാളികളായിരുന്നു കൂടുതൽ. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാതിട്ട് ഞാൻ അവിടെ അച്ഛനോടൊക്കെ അവർ മനസ്സിലാക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ ഒരുപാട് ഇപ്പം നമ്മളെ ഇംഗ്ലീഷ് പീപ്പിൾസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അവരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ കൂടുതൽ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ അതുമായി റിലേറ്റഡ് ചെയ്ത് കണ്ടു. അങ്ങനെ 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 നമ്മൾ അതിനകത്തേക്ക് സംസാരിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു ഫ്ലുവൻസിയാണത്. അപ്പോൾ അങ്ങനെ ഞാൻ വലിയൊരു സംഭവം അറിയില്ല, എന്നെക്കായി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ കൂടുതലും നമ്മൾ ഈ മലയാളം പറഞ്ഞു അന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ഞാൻ ക്ലാസ്സിന് അതല്ലെങ്കിൽ സ്ഥാപനത്തിൽ കയറിയാൽ കണ്ടിന്യൂ പോകുന്നത് സ്ഥാപനത്തിൽ കയറിയ വൈകുന്നേരം വരെ എനിക്ക് മലയാളം യൂസ് ചെയ്യാനേ പാടില്ല. സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും ഒന്നും എനിക്ക് പറയാൻ പാടില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് പറഞ്ഞേ മതിയായ കോഴ്സാണത്. അപ്പോൾ നമ്മൾ മറ്റൊരു ഭാഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് അത് നന്നായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പ്രൂവ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും മലയാള ഭാഷയാണല്ലോ ഇവിടേക്ക് നിൽക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ഇത് നമ്മുടെ മാതൃഭാഷയല്ല. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറയാതെ ഇരുന്നാലും അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. അതെ അതെ അതെ. അപ്പോൾ അതാണ് രണ്ടും തമ്മിൽ. നമ്മൾ പറയാതെ നിന്നാൽ മറ്റൊന്ന് നമുക്ക് നഷ്ടപ്പെടും. എത്രയോ IAS ഓഫീസറും അങ്ങനെയൊക്കെയുള്ള ആളുകൾ പിന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ ജോലി ചെയ്ത് അവിടുത്തെ ഭാഷ വളരെ വെള്ളം പോലെ സംസാരിക്കുന്ന ആളുകൾ പിന്നീട് അവിടുന്ന് പോകുന്ന കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മറന്നു എന്ന് പറയുമ്പോൾ നമ്മളതെങ്ങനെ മറക്കാന്ന് ചെയ്തു. സ്വാഭാവികമാണ്, അത് ഒഴുക്ക് നഷ്ടപ്പെടും നമുക്ക്. ഒഴുക്ക് നഷ്ടപ്പെടും, ശരിയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ആർക്കും നേടാൻ പറ്റുന്ന ഭാഷ പഠിക്കുന്ന ഏത് ഭാഷ പഠിക്കാനത് വലിയ പ്രശ്നമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന് നമ്മൾ ആ ഒരു സ്ഥലം ഉണ്ടാക്കാം. നിങ്ങൾക്കൊരു ഭാഷ പഠിക്കണമെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഒഴുക്കിന് അനുസരിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങളുടെ പല വീഡിയോസും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ മലയാളി അല്ല എന്ന് തോന്നി പോവാറുണ്ട്. അല്ല, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ മലയാളികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചില ടഫായിട്ട് നമുക്ക് അതെല്ലാം നമ്മൾ ആ ഒരു ഫ്ലോയിൽ വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സിമ്പിൾ വാക്കുകൾ എടുത്തിട്ട് നമ്മളത് സ്ലോവിൽ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മലയാളികളായിട്ട് മിങ്കിൾ ചെയ്യുന്നത് കാരണം അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സിമ്പിളൈസ് ആയിട്ട് കൊണ്ട് സംസാരിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ നിങ്ങളെ എല്ലാ നിലയിലും പ്രതിഭാശാലിയായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളക്കാരെ മുഴുവൻ. ഇല്ല, പ്രതിഭാശാലി എന്നൊന്നും നമുക്ക് പറയാൻ അത്രയൊന്നുമില്ല. നമ്മളൊക്കെ അതിന്റെ ടാലന്റുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന്. നമ്മളെന്തൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെ വന്നത് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ പിടിച്ച് വലിയൊരു പുഴയിലേക്കിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് നിർബന്ധമാണല്ലോ. ഒരു കുളത്തിലേക്ക് ഇട്ടു, അവിടെ നിന്ന് താഴ്ന്നു പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം നടത്തിയില്ല. അത് തന്നെയായിരുന്നു എനിക്കും അന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഭാഷ പഠിച്ചു, എന്നെക്കൊണ്ട് പഠിച്ചെടുത്ത് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഞാൻ ചെയ്തു എന്ന് മാത്രം. ഇന്നിപ്പോ നിങ്ങൾ വരുമാന മാർഗം കണ്ടെത്തുന്ന മേഖല എന്താണ് മാഡം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഫീൽഡ്, അതല്ലെങ്കിൽ കൗൺസിലിങ്ങിന്റെ ഫീൽഡ്, കമ്പനികളുടെ ഇന്റർവ്യൂ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ വരുമാന മാർഗം കണ്ടെത്തുന്നത്. അങ്ങനെ എനിക്ക് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കൂടുതൽ പ്രസന്റേഷൻ ഫീൽഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലാണോ, ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റാഗ്രാം ആണോ ഉള്ളത്? എല്ലാം ഉണ്ടോ? സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ എന്നും വിചാരിക്കും, യൂട്യൂബിൽ ഞാൻ സജീവമേ അല്ല, ഞാൻ അതിനകത്ത് ഒന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ഞാൻ ഫേസ്ബുക്കിനകത്തും അതിലും കൂടുതലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് സജീവം. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്? 53.2 എങ്ങാനുണ്ട്. അത്യാവശ്യം ആൾക്കാരെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ വിചാരിക്കണോ? 1,00,000 ജനങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്ത്, അപ്പൊ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത്ര ആൾക്കാർ നിങ്ങളെ ഫോളോ ഞാൻ ചെയ്യുന്നത്? അതിനകത്ത് കൂടുതലൊന്നും ഞാൻ എന്റെ പ്രൊഫഷൻ ആയിട്ടൊന്നും ഇടുന്നില്ല. അത് ഞാൻ എന്റെ പേഴ്സണൽ ഹാപ്പിനെസ്, എന്റെ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ ചെയ്യുന്ന ജസ്റ്റ് ഒരു വീഡിയോ, ഒരു പാട്ടിനുള്ള ഒരു വീഡിയോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഈ മോട്ടിവേഷൻ ക്ലാസ് നടത്താറുണ്ടോ? ഇല്ല, അതിനകത്തൊന്നും ഞാൻ അങ്ങനെ ഇട്ടില്ല. ഞാൻ എപ്പോഴും അത് ചിന്തിക്കും. പിന്നെ ഞാൻ ഇത് ഇങ്ങനെ തുടങ്ങിയ ഒരു അക്കൗണ്ട് ആയപ്പോൾ ഇതിനകത്ത് തന്നെ മോട്ടിവേഷൻ ചെയ്യണോ എന്നുള്ളൊരു ആശങ്കയിൽ ഇങ്ങനെ പോവാണ്. ഹിന്ദിയിലെ ചൊല്ലുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷ് നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഹിന്ദി നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഹിന്ദിയിലെ ഒരു ചൊല്ലുണ്ടേ, ജോ ബോക്താ ഹേ വോ കുത്താ കാട്താ നഹീ എന്ന്. അതായത് കുരക്കുന്ന പട്ടികൾ ഒരിക്കലും കടിക്കാറില്ല. കടിക്കുന്നതൊക്കെ സൈലന്റ് ആയി നിൽക്കുന്ന ഒറ്റടിക്ക് നമ്മുടെ മുന്നിലേക്ക് ചാടുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നമ്മുടെയൊക്കെ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവും.
നിങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർ പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ. കാരണം നിങ്ങൾ നല്ല ജീവകാരുണ്യ പ്രവർത്തകയാണ്. കാരണം നമ്മൾ തന്നെ വയനാടായാലും അതുപോലെ എൻ്റെ നാട് നിലമ്പൂരിലൊക്കെ നിങ്ങൾ വന്നിട്ട് ഒരുപാട് പാവങ്ങൾക്ക് കിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പറ്റി പലർക്കും അറിയില്ല ആരാണ് കമറുന്നീസ എന്നുള്ളത്. പലർക്കും ഇനിയും പുറലോകത്ത് ശരിക്കും നിങ്ങളെ ആ ഒരു നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആക്ച്വലി അതിന്റെ റീസൺ മറ്റൊന്നല്ല, ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തതൊന്നും ഞാൻ പബ്ലിക്കിനെ കൂടുതൽ അറിയിക്കാറില്ല. നമ്മൾ അതിന് പിന്നിൽ നമ്മളെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഹെൽപ്പ് ചെയ്ത ആളുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വിഷുവിന് നിങ്ങൾ ചെയ്ത നല്ലൊരു പ്രവർത്തനം, കഴിഞ്ഞ വിഷുവിനാണല്ലോ നമ്മൾ ഓണത്തിനല്ലേ? ഓണത്തിനാണല്ലേ, കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഡ്രസ്സ് ഇവിടെ നിലമ്പൂരടുത്ത് നമ്മൾ നിങ്ങളും ഞാനും ചേർന്ന് നിങ്ങൾ കുറച്ച് പച്ചക്കറി കിറ്റും ഞാൻ കുറച്ച് ഡ്രസ്സും ഇതൊക്കെ കളക്ട് ചെയ്ത് നമ്മളൊരു പിന്നെ കോളനി ഏരിയയിൽ കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം നിങ്ങൾ കുറെ ഡ്രസ്സ് കളക്ട് ചെയ്ത് നിങ്ങളതായിട്ട് നിങ്ങളുടെ നാട്ടിൽ കൂടെ സാരി ഡ്രസ്സുകളും മറ്റുമൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത്. പക്ഷെ ഇതൊന്നും പുറലോകം എത്തുന്നില്ല. ഇതൊക്കെ നിങ്ങളെ ഫേസ്ബുക്ക് മുഖാന്തരവും പിന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. അല്ല, അതിനകത്ത് ഞാൻ അങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ കൂടുതലൊന്നും ഞാൻ അറിയിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ മറ്റൊരാളുടെ നിസ്സഹായ അവസ്ഥ അത് പുറത്തു ലോകം അറിയിക്കുന്നതിനോടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ പിന്നെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അറിഞ്ഞാലാണല്ലോ നമുക്ക് കൂടുതൽ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങൾ കിട്ടുമ്പോഴേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. അതിനൊരു കാരണമുണ്ട്. ചാരിറ്റി മേഖല ഇന്ന് ആൾക്കാർക്ക് വിശ്വാസ്യത ഇല്ലാത്തൊരു മേഖലയായി മാറിയിട്ടുണ്ട്. കാരണം ഇതില് ചക്കരക്കുടത്തിൽ കൈയിട്ട ആൾക്കാർക്ക് നക്കാതെ ഒരിക്കലും കഴുകിയിട്ടില്ല എന്നാണ് പറയാം. ചക്കരക്കുടത്തില് ഒരിട്ടം കൈയിട്ട ആള് ആ കൈ നക്കിയതിന് ശേഷമേ അവന് ആ കൈ ഒന്ന് കഴുകി കളയാറുള്ളൂ ബാക്കിയുള്ള ചക്കര. അതേപോലെയാണ് പിന്നെ ഈ ചാരിറ്റി മേഖല ആൾക്കാർ ഇന്ന് കാണുന്നത്. കാരണം അതെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ ഒരു പാർസൺസിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏറ്റെടുക്കാറുള്ളൂ. അതുപോലെ നമ്മളെ കൃത്യമായിട്ട് അവർക്ക് അതിന്റെ കാര്യങ്ങൾ എത്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും പലരും നമ്മളെ ഇപ്പോൾ രോഗികളും അങ്ങനെയൊക്കെ പലരും വിളിക്കുമ്പോൾ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് സമൂഹത്തിലേക്ക് നമ്മളിത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് അവരോട് എന്തെങ്കിലും സഹായം ചെയ്യില്ല. ഇപ്പൊ അവർ നേരിട്ട് കൊണ്ടേ കൊടുക്കണമെങ്കിലും നമ്മളിത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാലല്ലേ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ ചാരിറ്റി ആയിട്ടുള്ളത് ഞാൻ അതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ അതും ചെയ്യില്ല. ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തത്, ഞാനിപ്പോ നിങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമെന്ന് ഒരാളോട് അനൗൺസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ലേഡീസ് നിങ്ങൾ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് കാണിക്കുന്ന എന്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു സംഭവമാണ് ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത് സമൂഹത്തെ കാണിക്കാനല്ല. അതുകൊണ്ട് ഒരാൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്താ പറയാ വരികയാണെങ്കിൽ അവർ ബ്ലഡ് ഡൊണേഷനോ അതെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മളിത് ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തിടുന്നത്. അപ്പോഴും മാക്സിമം അവരെ മുഖം കാണുന്നതിനോട് എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അവർക്കത് വാങ്ങിക്കുക എന്നുള്ളതൊരു അവരുടെ ഒരു അവസ്ഥയാണല്ലോ. അപ്പോ പക്ഷേ പലപ്പോഴും അത് കാണിക്കരുത്, അത് ബ്ലർ ചെയ്യണം എന്നല്ല. പക്ഷെ എനിക്കത് അത്രത്തോളം ബ്ലർ ചെയ്ത് അത് ഇടാനുള്ളൊരു ഇതൊന്നും അറിയില്ല ഞാൻ. അപ്പൊ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും. പിന്നെ അവരുടെ സമ്മതപ്രകാരം ചെയ്യുന്നത് അങ്ങനെ അവരുടെ സമ്മതത്തോടെ ആണല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും എന്റെ എല്ലാവിധ സപ്പോർട്ടിങ് ഉണ്ടാവും. എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നമ്മുടെ നാട്ടിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ചെയ്യുമ്പോൾ പറയുണ്ടോ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാനൊരു യൂട്യൂബറും കൂടിയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എനിക്കുണ്ട്. നിങ്ങളെ ഈ ശബ്ദങ്ങൾ നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ സംസാരിച്ച് ഇത് വിരോധമില്ല. പക്ഷെ ഇതിപ്പോ നമ്മൾ ഒരുപാട് ലോങ് ആയി പോയോ വോയിസ്? അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തോളാം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലെ ചെയ്യുന്നതില്? നിങ്ങളെ പറ്റി കുറെ ആൾക്കാർക്കും പലതും അറിയില്ല. അതാ ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പൊ നിങ്ങളെ പറ്റി ആരാണ് കമറുന്നീസ കാടാമ്പുഴ എന്നുള്ളത് ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. അപ്പം അത് നിങ്ങൾക്ക് ഫാമിലിക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലെ? ഇല്ല, ഓൾറെഡി അത് ചെയ്തിട്ടാണ്. ഞാൻ ആ കുംഭമേള ഫോട്ടോസ് ഇട്ടപ്പോഴാണ് അവർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇതെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആളുകളോട് പറയാനുള്ള ഒരു കാര്യം അതിന്റെ റിക്വസ്റ്റ് ആണ്. മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് എന്നോടാണ് ചോദിക്കേണ്ടത്. അതല്ലാണ്ട് വീട്ടിലിരിക്കുന്ന പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം അവരറിഞ്ഞുകൊണ്ടല്ല ഞാനതും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പാർട്ടി ആണെങ്കിലും
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അതിലൊന്നും ഞാൻ വീട്ടുകാരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാറില്ല. അവരിപ്പോഴും യാഥാസ്ഥിക ഇതായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരെ വിളിച്ച് നിങ്ങളുടെ മകളല്ലേ, നിങ്ങൾ പറഞ്ഞ അനുസരിച്ചില്ല, എങ്ങടാക്കില്ല. നമ്മൾ ഒരു ഇത് കഴിഞ്ഞു. ഞാനിപ്പോ 3 കുട്ടികളെയും കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. 3 കുട്ടികളുടെ ഒരു ഉമ്മയാണ്. അപ്പൊ 3 അറിയാം, അവരെ കുട്ടികളുടെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവരായിട്ട് ഞാൻ ആ ഒരു വിവാഹ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തി കൂടിയാണ്. അപ്പൊ അന്നൊന്നും നമ്മളെ അടുത്ത് വരാത്തവരോ നോക്കാത്തവരായ ആളുകളാണ് നമ്മളെ നിഷ്കരണം വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, അങ്ങനെയുണ്ടോ? അതെ അതെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ ഒപ്പം നിൽക്കാത്ത ആൾക്കാരെ ഇപ്പൊ നിങ്ങളുടെ വളർച്ച, അതായത് ഒറ്റയ്ക്ക് പോരാടിയ ഈ വളർച്ചയിൽ അവര് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടാവും അല്ലേ? അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ എന്റെ അടുത്ത് നേരിട്ട് പറയാതെ എന്റെ പാരന്റ്സിനെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യും. നമ്മളേറ്റവും നമുക്ക് വേദനിക്കുന്ന കാര്യം കൂടുതൽ നമ്മളെ വേദനിക്കുന്നവർക്ക് വേദനിക്കുന്നതാണ് നമുക്ക് വേദന, അല്ലെ? അതെ, അത്ര അപ്പൊ നമ്മളെ വേദനിപ്പിക്കുന്നത് നമുക്ക് അത് ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങില് ചോദിച്ചല്ലോ. കാരണം വെച്ചാല് മഹാകുംഭമേളയില് അവിടെ അഹിന്ദുക്കളല്ലാത്ത, അതായത് ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം ഇല്ല എന്ന ബോർഡ് അവിടെ ഉണ്ടോ ഇല്ലേ ഞാൻ ചോദിച്ചു. അതില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനർത്ഥം അവിടെ എല്ലാവർക്കും, മനുഷ്യരായി നിൽക്കുന്ന എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശനം ഉണ്ട് എന്നാണ്. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു ഐഡന്റിറ്റി അവിടെ ചോദിച്ചിരുന്നു. നമ്മുടെ ഐഡന്റിറ്റി അറിയാതെ ഒന്നും ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി പറഞ്ഞിട്ട് തന്നെ കയറിയിട്ടുള്ളത്. അതെ, ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിങ്ങൾ സ്ഥാനം ചെയ്യുമ്പോ എന്താണ് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയി അവിടെ ഇറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് എന്താണ് നാട്ടിലെത്തുന്നത് വരെ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ കുളിക്കുന്ന വെള്ളയിലെ അലർജിയുടെ കംപ്ലൈന്റ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. ആക്ച്വലി ഇത് കുളത്തിലെ വെള്ളമല്ലല്ലോ, ഒഴുകി പോകുന്ന വെള്ളം, പുഴയിലെ വെള്ളങ്ങളൊക്കെ ഒഴുകി പോകുന്ന വെള്ളമാണ്. അത് മാത്രമല്ല, എനിക്ക് UP സർക്കാരിൻ്റെ വളരെ എനിക്ക് അത്ഭുതം തോന്നിയത് എന്താന്ന് വെച്ചാൽ, അതൊന്നും ഇവിടെ ഇപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, ഈ കേരളത്തിലാണെങ്കിൽ ആകെ മലിനമായിട്ടുണ്ടാകും. അപ്പൊ ഇത്രയും കോടാനുകോടി ആളുകൾ വരുന്ന ആ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ അത് വളരെ നീറ്റാണത്. അത് മാത്രമല്ല, ആ സമീപ പ്രദേശങ്ങളും ചെറിയ ഒരു ഏരിയ അല്ലാത്ത എല്ലാ ഏരിയകളും അവർ നീറ്റാക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾ മാത്രം പോകുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ അത് ഇത്രയും നീറ്റായി കിടക്കില്ല. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് സമീപിച്ച പാലങ്ങൾ, അതായത് താൽക്കാലിക പാലങ്ങളൊക്കെ എന്ത് വിശാലമായിട്ടാണ്. ഏത് രാത്രിയും നമുക്ക് എത്രയോ രാത്രി, അതായത് ഞങ്ങൾ 4 കിലോമീറ്ററോളം ഞങ്ങളുടെ ടെന്റിലേക്ക് എന്ന് പറഞ്ഞ് നടന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് ആ രാത്രി നടന്നു. 12 മണിക്ക് ശേഷമാണ് നമ്മൾ ടെന്റിലെത്തുന്നത്. ആ സമയത്ത് പോലും ഒരു സ്ത്രീകളാണ് നടക്കുന്നതെന്നോ ആരും നമ്മളെ നോക്കി ബുദ്ധിമുട്ടാക്കുന്ന പോലും ഇല്ല. എന്തൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് അവിടെ എന്ന് പറയാം. രാത്രിയൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ഞാൻ പ്രകൃതി പോലും നമുക്കൊരു പോസിറ്റീവായൊരു എനർജിയാണ് അവിടെ നിന്ന് വന്നത്. ആരും നമ്മളൊരു ചെറുവിരൽ കൊണ്ട് പോലും, ഒരു സൂചിയുടെ അത്ര പോലും നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാരണം അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അതിനെ ആക്ഷൻ എടുക്കാനുള്ള ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയമുണ്ട് ജനങ്ങൾക്ക്, അല്ലേ? അതെ അതെ. കാരണം മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടായുസും അങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു സ്റ്റേറ്റ് തന്നെയാണ് ഇത്രത്തോളം ഡെവലപ്പായിട്ട് നമുക്കതിൽ ഇങ്ങനെ നടക്കാനുള്ള ഒരു ഇത് വന്നത്. കാരണം ഗുണ്ട ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവര്. ഇപ്പോ ഈ അടുത്ത 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് കുംഭമേള വരുന്നുണ്ടല്ലോ, അത് അന്ന് പോവാനുള്ള പ്ലാൻ ഉണ്ടോ? അറിയില്ല. നമ്മൾ ഇതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയതല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചല്ല കാര്യങ്ങൾ. കാരണം എനിക്കൊരാളെ കിട്ടുന്നോ, തലേന്ന് പോയി ടിക്കറ്റ് എടുത്ത് പിറ്റേന്ന് കയറാൻ പറ്റുന്നു, ഇതൊന്നും എന്റെ കയ്യിലുള്ള കാര്യമല്ല സത്യം പറഞ്ഞാല്. അല്ല, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. നിങ്ങൾ ഹൈന്ദവ ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്, മുസ്ലിം പള്ളികളിൽ അല്ലെങ്കിൽ മുസ്ലിം മദ്രസകളിൽ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് മദ്രസയിൽ നിന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? മദ്രസയിൽ നിന്ന് മോളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു പുതിയൊരു ഉസ്താദ് വന്ന് അവര് കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ സിനിമയ്ക്ക് വിഷമിക്കേണ്ട വെച്ചിട്ട് പറയാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോഴോ ഈ ഒരു കുംഭമേളക്കിന്റെയാ ഇത് കഴിഞ്ഞതിന് ശേഷം കുംഭമേള കഴിഞ്ഞപ്പോൾ മദ്രസ അടച്ചില്ലേ? കാരണം ഈ മദ്രസ തുറന്നാലാണ് അതിന്റെയൊക്കെ ഇത് അറിയുള്ളൂ. എന്തായാലും അത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മൂത്ത മോള് മോദിജിക്ക് വേണ്ടി സംസ്കൃതത്തിലൊരു വീഡിയോ ചെയ്തപ്പോഴേ അന്ന് ചില ഉസ്താദുമാര്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ഉസ്താദുമാര് എന്നോട് അതിനെ മോളെ ഇൻസൾട്ട് ചെയ്ത് നീ എന്താടി BJP ആയെന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അതിലൊരു ഉസ്താദിനെ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, കുട്ടികളാണ് അവര്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദിജിയാണ്, അത് ആർക്കും പിന്നെ അല്ലാന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല.
അതെ അതിന് അല്ലാന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ശരി. അതെ അപ്പോൾ രാജ്യം അംഗീകരിച്ച ഒരു ആള്, അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് അവളൊരു വീഡിയോ ചെയ്തതിന് ഇത്ര പറയാനില്ല. പിന്നെ മോളെ പൊളിറ്റിക്കലൈസ് ചെയ്യേണ്ട ഒരു പ്രായം അവൾക്ക് ആയിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു ഇതിലേക്ക് എനിക്ക് അവളെ അതിനു വേണ്ടി നിർബന്ധിക്കാനും പറ്റില്ല. ഇന്ന രാഷ്ട്രീയത്തിലേക്ക് നീ വരണമെന്നോ അല്ലെങ്കിൽ ഇന്ന ജോലി നീ ചെയ്യണമെന്നോ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളത് പറഞ്ഞത് തെറ്റായി പോയാന്ന്. അപ്പൊ അല്ല, ഞങ്ങൾ അതിനല്ല പറഞ്ഞത്, ചട്ടയിടാതെ ചെയ്തതിനാ പറഞ്ഞത് എന്ന് പറഞ്ഞത്. അല്ല അത് രാഷ്ട്രീയം അവിടെ നിന്ന് ഞാൻ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയായിരുന്നു. രാഷ്ട്രീയം പറയണെങ്കിൽ ഇപ്പൊ അവിടെ അല്ല വലിയ വലിയ മുസ്ലിം സഹോദരങ്ങൾ എത്ര പേര് അല്ലെ, എത്രയോ തങ്ങന്മാര്, ഹാജിമാര്, എല്ലാവരും മുസ്ലിം സഹോദരങ്ങൾ എത്രയോ പേര് BJP-യിൽ ഉണ്ട്. അല്ല BJP-യിൽ ചേർന്ന ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് എവിടെയെങ്കിലും ഒരു ആയത്തിലോ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അല്ല, ഞാനത് കണ്ടിട്ടില്ല. ഇപ്പൊ എന്നോട് പലരും പറഞ്ഞു BJP പോയിട്ട് നീ ഇപ്പൊ നരകത്തിന് അവകാശമായി, നീ കാഫിറായി. ഇതിപ്പോ കഴിഞ്ഞപ്പോ അതിന് പിന്നെ കാഫിറായി കലിമ ചൊല്ലി ഞാൻ ഇത് മതത്തിക്ക് വരണം എന്ന് പറയുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. ഒരു തെറ്റും ചെയ്യാതെ. ഏത് നിങ്ങൾ കുംഭമേളയ്ക്ക് പോയതിനു ശേഷം നിങ്ങൾ കലിമ ചൊല്ലണമെന്ന് പറഞ്ഞോ? കലിമ ചൊല്ലി ഞാൻ മതത്തിക്ക് വരണം. അല്ല കലിമ ചൊല്ലിയിട്ടല്ലേ അവരോട് പറഞ്ഞാൽ മതി. ഓരോ നിസ്കാരത്തിലും കലിമ ചൊല്ലിയിട്ട് തന്നെയാണ് നിസ്കരിക്കാറ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാതെ ഒരാൾ നിസ്കരിക്കുന്നില്ലല്ലോ. അതെ, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആരെയും വേദനിപ്പിക്കാനോ ഇതാക്കാനും ഞാൻ നിന്നിട്ടില്ല. മറ്റുള്ളത് വേദനിപ്പിക്കുന്നത് അല്ല ഇതില് വേറൊന്നുണ്ട് മേഡം. ഇതിൽ ചില ആൾക്കാർ ചെയ്യുമ്പോൾ മാത്രമേ അത് വലിയ തെറ്റുള്ളൂ. ചില ആൾക്കാർക്കൊക്കെ അത് ഹലാലാണ്. ഇവ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പൊ മുസ്ലിങ്ങളുടെ ആചാര്യനായ പാണക്കാട് തങ്ങന്മാരിൽപ്പെട്ട ഒരു തങ്ങള് ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മളിപ്പോ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം ചെയ്യുമ്പോൾ ഇതിനൊക്കെ അതിന്റേതായിട്ടുള്ള ക്യാപ്സ്യൂളും കൊണ്ടുവരും ഇവര്. അത് ന്യായീകരിക്കും. ഓൾറെഡി ഒരു സ്വർഗത്തിന്റെ അവകാശികളാണല്ലോ തങ്ങന്മാരായതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും തങ്ങന്മാരായതുകൊണ്ട് ലീഗിലുള്ളവരൊക്കെ നേരിട്ട് സ്വർഗത്തിൽ പോകുന്ന ടീംസ് അവർക്ക് അതിന്റെ എല്ലാ മെമ്പർഷിപ്പ് എല്ലാം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓൾറെഡി സ്വർഗത്തിലുള്ള ടിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് വിഷയമില്ല. നമ്മളൊക്കെ BJP-യിൽ നിൽക്കുന്നവർ നേരെ നരകത്തിക്കാണ്, അങ്ങനെയാണല്ലോ അവര് പറയുന്നത്. BJP-യിൽ നിൽക്കുന്ന മുസ്ലിംസ് നരകത്തിക്കാണെന്ന്. അതല്ല, അപ്പൊ ഞാനീ പറയുന്ന പോലെ ഇവര് ലീഗ്, ഞാനതാണ് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ഒരു കിതാബിലൊന്നും കണ്ടതായിട്ട് ആരും പറയുന്നതും കണ്ടിട്ടില്ലേ ഇന്ന പാർട്ടിയിൽ നിൽക്കുന്നവർ സ്വർഗത്തിക്കാണെന്നൊന്നും. ഇനിയിപ്പോ ഇവര് പ്രത്യേകിച്ച് ഒരു പടച്ചുവരും ഇപ്പൊ BJP-ക്കാരൊക്കെ നരകത്തൊക്കെ പോട്ടെ, ലീഗുകാരൊക്കെ എന്ത് ചെയ്ത് നിങ്ങൾ നേരെ സ്വർഗത്തേക്ക് വരികയെന്ന് പറയുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അല്ല അങ്ങനെ ഉണ്ടോ? ഞാനത് കണ്ടതാണ്. നമ്മൾ ആ വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ശരിക്കും കറങ്ങുന്നുണ്ട്. തങ്ങന്മാർ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് ഇപ്പൊ മുസ്ലിങ്ങളെ പറയുന്നത് ഗോമൂത്രം കുടിക്കുന്നവരാണ്, പിന്നെ എന്താ പറയാ BJP-ക്കാര് ഹൈന്ദവര് എന്നല്ല അവര് പറയുന്നത്. BJP-ക്കാർ അത് ഹൈന്ദവര് കുടിച്ചാലും ഹൈന്ദവരായ സഹോദരങ്ങള് വിശ്വാസപ്രകാരം കുടിച്ചാലും അവനെ ഓട്ടോമാറ്റിക്കായി RSS-കാരനും BJP-ക്കാരനായി മാറ്റും ഇവര്. ഹൈന്ദവ വിശ്വാസപ്രകാരം പിന്നെ മുരിക്ക് മുതൽ കാഞ്ഞിരക്കുറ്റി മുതൽ എല്ലാം അവർക്ക് ദൈവമാണ്. ക്ഷേത്രത്തിന് അല്ല, എല്ലാം ഇങ്ങനെയാണ് എല്ലാത്തിനും. കാരണം മനുഷ്യരെ പോലും ചൈതന്യത്തെ കാണുക എന്നുള്ളതാണ്. ശരീരത്തിനപ്പുറത്തേക്ക് ഒരു ചൈതന്യമുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ പോലെ അവര് പ്രകൃതിയെ കാണുന്നത്. ഇപ്പൊ കടലിലെ തിരമാലയെ നമ്മൾ കാണുമ്പോൾ അത് വെറും തിരമാല മാത്രമാണ്. പക്ഷെ അത് കടല് തന്നെയാണ്. അത് കടലിൽ ലയിച്ച ആ കടല് മൊത്തമാണ്. ഇപ്പൊ സ്വർണം എടുത്തു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ ഒരു ആഭരണം മാല വള നമ്മൾ സെപ്പറേറ്റ് കാണുന്നു. പക്ഷെ അത് സ്വർണ്ണമല്ലാണ്ടിരിക്കോ? മൊത്തം നോക്കിയത് സ്വർണ്ണമാണ്. അത്രേ ഉള്ളൂ. ഈ പ്രകൃതിയിലെ ഓരോ മനുഷ്യരാകട്ടെ, എന്ത് വ്യക്തികളായാലും എല്ലാത്തിനും ഒരു ചൈതന്യമുണ്ട്. ഈവൻ ഉറുമ്പായിക്കോട്ടെ, പുഴുക്കൾക്ക് പോലും ഒരു ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു കവി ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാരെന്ന് പറഞ്ഞിട്ടുള്ളത്. പുൽകളും എല്ലാം തന്റെ കുടുംബക്കാരാണ്. അപ്പൊ എല്ലാത്തിലും ഒരു ദൈവിക ശക്തിയുണ്ട്. എന്തായാലും നിങ്ങൾ അത്യാവശ്യം നല്ല അറിവും പാണ്ഡിത്യൊക്കെ ആളാണ്. പഠിച്ചിട്ടൊക്കെ ഉണ്ട് നല്ലതുപോലെ അല്ലേ? അങ്ങനൊന്നുമില്ല. ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്ട് ആയതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു പോകുന്നു. ഇവര് പിന്നെ ഈ എന്താ പറയാ BJP വിരോധികള്, രാഷ്ട്രീയം പറയുന്ന BJP വിരോധികൾ പറയാറുണ്ട് നിങ്ങള് അതായത് BJP-ക്കാരൊക്കെ ചാണക തിന്നികളാണ്, ഗോമൂത്രം കുടിക്കുന്നവരാണ്. അപ്പൊ ഞാനിത് ഈയിടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതായത് അത് അറേബ്യൻ രാജ്യത്തു നിന്നാണ്. ഏത് രാജ്യം എന്നുള്ളത് അറിയില്ല. ഒരു ഒട്ടകത്തിന്റെ മൂത്രം ഒരു ഉസ്താദ് അവിടെയുള്ള ഒരാള് ബിസ്മി ചൊല്ലി കുടിക്കുന്നത് കണ്ടു. അതിനകത്ത് ആ മൂത്രത്തിലേക്ക് പാലും മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് ഇത് നബി ഒരു കാലത്ത് കുടിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
ആ അപ്പം ആ അത് അവിടെ ചെയ്യും. അത് ഒരു പ്രാവശ്യം ഞാന് ഈ ഈ സമയത്ത് ഉം, ഈ ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഉം, ഞാനത് എന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഞാൻ അപ്ലോഡ് ചെയ്തു. ആ നിങ്ങൾ ആ ആ ഇവിടെ ഉള്ള ആൾക്കാര് പശുവിന്റെ മൂത്രം കുടിക്കുന്നതിനെ എതിർക്കുന്ന നിങ്ങള് അറബ് ഉം, രാജ്യങ്ങളിൽ പശു കുറവായതുകൊണ്ട് ഒട്ടകമാണ് കൂടുതൽ. ഉം. ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കുന്ന അതിൽ പാല് മിക്സ് ചെയ്ത് കുടിക്കുന്നത് കാണിച്ചു തരാന്നുള്ള ഞാൻ ഇട്ട് കൊടുത്തു. അപ്പൊ അവര് വീണ്ടും എന്നെ സൈബർ അറ്റാക്കിങ് തുടങ്ങി. നീ നീ RSSന് വേണ്ടി കണ്ട് മുസ്ലിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട്. അല്ല അതങ്ങനെ തന്നെ പറയുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില്. എന്താ വെച്ചാല് അത് ഒട്ടക ആയതുകൊണ്ട് ഒട്ടകത്തിന് നമ്മൾ ഇതിനകത്തൊക്കെ വലിയതുണ്ടല്ലോ. അപ്പൊ ഒട്ടകത്തില് മൂത്രത്തില് പാല് മിക്സ് ചെയ്ത് അതിനകത്ത് ഇനി ജ്യൂസാക്കി കുടിച്ചാലൊന്നും അത് പ്രശ്നം അത് ഉണ്ടാവൂലായിരിക്കും. ഇവിടെ ഇപ്പൊ പ്രശ്നമല്ല. ഗോമൂത്രം മാത്രം. അത് എന്തായാലും വിസർജ്യ വസ്തുക്കൾ എന്തായാലും അതില് അല്ല അണുക്കൾ ഉണ്ടാകും, ആക്ച്വലി രോഗാണുക്കൾ. അണുക്കൾ ഉണ്ടാവുന്നത് ഓക്കെ. പക്ഷെ ഈ ചാണകമൊക്കെ പച്ചക്കറിക്കൊക്കെ ഇട്ടിട്ട് ഇത് വളമായിട്ട് വരുന്ന അതിൽ നിന്നുണ്ടാക്കുന്ന പച്ചക്കറികൾ ഇവിടെ ഈ പറയുന്നവർ യൂസ് അത് ചെയ്യാതിരിക്കുന്നുണ്ടോ? മാർക്കറ്റിൽ ഏറ്റവും വില കൂടുതൽ അതിനാ, 2 രൂപ കൂടുതൽ കൊടുക്കണം അതിന്. ഇവര് പറയുകയും ചെയ്യുന്നത് ചാണകം പൈസ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് നിന്ന് വാങ്ങിയിട്ട് എങ്ങനെ ഉള്ള സകല പച്ചക്കറിക്ക് ഇവരിടും. അപ്പൊ പിന്നെ ചാണകം എന്ന് വിളിക്കുന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്. ചാണകം കാരണം തിന്നാത്തൊരു മനുഷ്യനില്ല, അല്ലെങ്കിൽ ചാണകത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. അതെ അതെ അപ്പൊ അതിന് എന്താ പറയാ, അതിന് കുറച്ച് വില കൂടുതലുമാണ് കടകളിലൊക്കെ. അതെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങളിലേറെ. എന്തായാലും നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു. അയ്യോ സന്തോഷമുണ്ട്. അങ്ങനൊന്നും പറയരുത്. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോ ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇത് ഇടും. അപ്പൊ എന്തായാലും തീർച്ചയായും. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ആ ഒരു പിന്നെ എളിമയാർന്ന സംസാരങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കട്ടെ. അയ്യോ ആരാണ് അങ്ങനൊന്നുമല്ല. ആരാണ് കമറുന്നീസ കാടാമ്പുഴ എന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ. അങ്ങനെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അത്യുന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. കാരണം ഞങ്ങളെ പോലത്തെ അയ്യോ ആൾക്കാരാണ് നിങ്ങളെ വളർത്തുന്നത്. അല്ല സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല. ദൈവനിയോഗം എന്താണ് അത് തന്നെ സംഭവിക്കട്ടെ എന്ന്. അത് എന്തായാലും പലപ്പോഴും വന്ന വഴി മറക്കരുത് എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ദൈവത്തിന്റെ നിയോഗം എന്താ ഇതൊന്നും നമുക്കറിയില്ല. അതുപോലെ സംഭവിക്കട്ടെ. വേറെ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇന്നത്തെ ഒന്നും കഴിയില്ല നമുക്ക്. ഇത്രയൊന്നും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചെത്തിയതൊന്നുമല്ല. ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ആരും മുന്നിലും ഇതാക്കിയിട്ടൊന്നുമല്ല. അപ്പൊ ദൈവനിയോഗം എന്താ അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അത് പ്രകൃതിക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ സംഭവിക്കും. അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തേടി പോവാറില്ല അല്ലേ? ഇല്ല 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 അതിൽ അർത്ഥമില്ല. നമുക്ക് എന്താണോ ഉള്ളത് അത് നമ്മളെ അടുത്ത് എത്തും. അതിനു വേണ്ടി നമ്മൾ വെറുതെ നമ്മൾ നല്ല ഇതിൽ നിൽക്കുക. നമ്മളെ മുന്നിൽ വരുന്നവര് വലിയവരോ ചെറിയവരോ പണക്കാരനോ അതല്ലെങ്കിൽ പാവപ്പെട്ടവനോ അങ്ങനെയൊന്നുമില്ല. തെറ്റ് ചെയ്തവരെ നമുക്ക് വളരെ രൂക്ഷമായി വിമർശിക്കേണ്ടി വരും. പക്ഷെ അല്ലാത്തവര് അവർ സ്റ്റാറ്റസ് അതൊന്നും നോക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ എല്ലാവരും ഈക്വലാണ് നിങ്ങൾ അല്ലേ? BJP പ്രസ്ഥാനത്തിൽ നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ടോ? അതിനകത്ത് ഉണ്ടോ നിങ്ങളിപ്പോ? അതോ ഉണ്ടല്ലോ ഞാൻ അതിനകത്തുണ്ട്. ഞാൻ അതിനകത്ത് വർക്ക് ചെയ്യുന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യപ്പെട്ട സ്ഥാനം എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ ഞാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സമിതിയിലുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. അല്ല, ആ, ഞാനൊക്കെ ആ, സുബൈർ ബാപ്പു എന്ന വ്യക്തി കുറച്ച് കാലം അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അത്ര സജീവമല്ല. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും എന്താ സുബൈർ ബാപ്പു പഴയ പോലെ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അത് നമുക്ക് ശരി. നമ്മളതായിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ആ അപ്പൊ എന്തായാലും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് എൻക്വയറി പലരും പറയുന്നു ഞാൻ സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അത് പറയുന്നവരോട് ഞാൻ ഇവിടെ തന്നെ ഇതിനകത്ത് പറയാണ്. ഞാൻ ആരെങ്കിലും വിളിച്ച് എനിക്കൊരു സ്ഥാനം തരുമെന്ന് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് തെളിയിക്കാവുന്നതാണ്. ഞാൻ ഒരാളോടും എനിക്ക് ഇതുവരെ ഞാനൊരു സ്ഥാനത്തിന് വേണ്ടി വിളിക്കുകയും മോഹിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും എനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വേണം എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ആ സ്ഥാനം എനിക്ക് വേണം ഈ സ്ഥാനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. അല്ല, അത് വിമർശനാത്മകമായി നിങ്ങളെ പോലെയുള്ള വനിതകൾക്കൊക്കെ നല്ല സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നാടിന് ഉപകരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തിനും ഏതിനും തന്റെ ഇടത്തോടെ ഇറങ്ങാനും ആര് വിളിച്ചാലും വെളിപ്പുറത്ത് വരുന്ന ആൾക്കാരും ഏത് നിമിഷം കോള് എടുക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ. അപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക്, നിങ്ങൾക്കെന്ന് മാത്രമല്ല നിങ്ങളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ ധീരമായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും താൻ വെച്ച ചുവട് പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് തന്നെ കുതിക്കുന്ന ഒത്തിരി സഹോദരിമാരെ എനിക്കറിയാം. അപ്പോ നിങ്ങളും അതുപോലെ മുന്നോട്ട് തന്നെ കുതിക്കുക. നിങ്ങളുടെ വളർച്ചയിൽ എന്നും ഞങ്ങൾ അഭിമാനിക്കാനുണ്ടാകും. എന്തായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നല്ല ഉയരങ്ങളിൽ നല്ല സ്ഥാനങ്ങളിൽ ഏത് സ്ഥാനവും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ സ്ഥാനം നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ പിന്നെ ഒരു കഴിയുന്ന സംശയവുമില്ല. പോലെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ അതൊക്കെ നിയോഗം നമുക്കറിയാലോ, പോലെ എന്ത് സംഭവിക്കും. എനിക്ക് അറിയാവും നിങ്ങളുടെ SNDS എന്ന ഒരു സംഘടനയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അല്ലേ? അപ്പോ അതെ അതെ. അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ ഞാനും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അതെ പല അതെ. പല ഇന്റർവ്യൂവും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന
അതെന്റെ ഒരു കുടുംബം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് അവരെന്നെ എല്ലാവരും എനിക്ക് എന്റെ ഒരു കുടുംബം തന്നെയാണ്. ഷൈജ കൊടുവള്ളി ആയാലും അജിത് വക്കീലാണെങ്കിലും പ്രമോദ് ഡോക്ടർ ആണെങ്കിലും അങ്ങനെ പേരെടുത്ത് പറയാം. കാരണം എന്നെ ഒരു കുടുംബം പോലെ കൊണ്ട് വീട്ടിൽ നിർത്തി വരെ നോക്കിയ ഒരു വ്യക്തിയാണ് ഈ ഷൈജ കൊടുവള്ളി എന്ന് പറയുന്നത്. സ്വന്തം വീട്ടിൽ ഒരുപാട് നാൾ എന്റെ മോളെ അവിടെ ഒരു ചെറിയൊരു കോഴ്സിന് അവർക്ക് ലേണിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോഴ്സിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ വീട്ടിലാണ് നിന്നത്. അത് ഷൈജ കൊടുവള്ളി ഷൈജ കൊടുവള്ളി എന്നുള്ളത് SNDSന്റെ സ്ഥാപക പ്രസിഡന്റ്. അതെ 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 അതെ. അപ്പൊ അവരെ വീട്ടിൽ നിന്നിട്ട് എന്നെ ഇത്തിരി പോലും ഒരു സാധനം വാങ്ങിക്കാൻ അയക്കാതെ എനിക്ക് മക്കൾക്കും ഭക്ഷണം വരെ ഉണ്ടാക്കി തന്ന് എന്താ പറയാ അങ്ങനെ നോക്കി. അപ്പൊ എനിക്കത് എന്റെ ഒരു അഭിമാനം ആയത് മോശം തോന്നിയത് കൊണ്ട് ഞാൻ പറയും ഞാൻ എന്തെങ്കിലും വാങ്ങിക്കട്ടെ ചേച്ചി നിൽക്കുമ്പോ അതിന് സമ്മതിച്ചില്ല. മോളെ ഇവിടെ എല്ലാം ഉണ്ട് കമലനിസ ഒന്നും വാങ്ങിക്കില്ലേ നീ എന്ന് പറഞ്ഞു. കൊടുവള്ളിയില് മോൾക്ക് ലേണിംഗിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു രണ്ടാമത്തെ മോൾക്ക്. അപ്പൊ അവിടെ ഒരു സ്ഥാപനത്തിൽ അവൾക്ക് ഒരു കുറച്ച് ദിവസത്തെ ക്ലാസ് കൊടുത്തിരുന്നു വെക്കേഷൻ സമയത്ത്. അപ്പൊ പുറത്തൊന്നും പോയി നിൽക്കണ്ട അവരെ കൂടെ നിന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ കൂടെ പിന്നെ ഡോക്ടർ അങ്ങനെയൊക്കെ ഉള്ള അവരൊക്കെ ഒരു വല്ലാത്തൊരു അതെനിക്ക് എന്റെ ഒരു കുടുംബം തന്നെയാണ് SNDS. എന്ന് പറയുമ്പോ നിങ്ങൾ ശരിക്കും എന്താ പറയാ പോലെ നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ എന്താ പറയണമെന്ന് അറിയാത്ത രീതിയിൽ നിങ്ങൾ വാചകം കൂട്ടി പോകുന്നുണ്ടല്ലോ. അതായത് അല്ല സത്യം പറഞ്ഞാൽ എന്നെ അത്രമേൽ മനസ്സിലാക്കിയവർ വേറെ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയാം എല്ലാത്തിലും ഉണ്ട് കുറെ ആളുകളുണ്ട്. പക്ഷെ ഇതിൽ എല്ലാവരും നമ്മളെ മനസ്സിലാക്കിയവരാണ് കേട്ടോ. അത് രാഷ്ട്രീയം നല്ല അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, അവർ രാഷ്ട്രീയം ഇല്ല. അപ്പൊ അവരെല്ലാവരും ഒരുപോലെ നമ്മളെ മനസ്സിലാക്കി ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും നമ്മളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും മീറ്റിങ്ങുകൾ പങ്കെടുക്കാൻ വരുമല്ലെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളത് പങ്കെടുക്കും എന്നുള്ളത് അവർക്കത് മനസ്സിലാക്കി ഒരിക്കൽ പോലും ഒരു പഴി കേൾക്കാതെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളാണ് അവർ. SNDSന്റെ അതായത് നമ്മൾ പറയാറുണ്ട് ഒരു ആള് നമ്മളെ സഹായിച്ചത് അവര് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവരെ പറ്റി പറയുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത്. ശരിക്കും ഞാനതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. പക്ഷെ ഞാൻ കരുതി ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയെന്നാണ്. പക്ഷെ നിങ്ങൾ അതേപോലെ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ നമുക്ക് തന്ന നന്മകളെ എടുത്തു പറയുക എന്നുള്ളത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങളെ എന്നാ കമറുന്നിസ കാടാമ്പുഴ എന്ന വ്യക്തിയുടെ ക്വാളിറ്റിയാണത്. അങ്ങനെയല്ല, നമ്മളെ ഇതിനകത്തേക്കും രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയം എന്റെ എത്തിക്സ് രാഷ്ട്രീയം തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. എനിക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഈ പാര വെക്കുന്ന ഇതൊന്നും ഇഷ്ടമല്ല. അപ്പൊ അത് കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വരില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന അവിടെ നിന്ന് എന്റെ ജ്യേഷ്ഠ സഹോദരനായി ഞാൻ കാണുന്ന നെടുകര ഗോപിയേട്ടനാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത്. അപ്പൊ രാഷ്ട്രീയത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് അദ്ദേഹം ഉണ്ട് അല്ലേ. ഞാൻ അറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഈ പ്രസ്ഥാനത്തിലേക്കായാലും. അപ്പൊ അദ്ദേഹം അതിന്റെ അന്നത്തെ ഒരു ഗോപിയേട്ടനൊന്നും പ്രത്യക്ഷത്തില് ഫെയിമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റീഷ്യൻ അല്ലല്ലോ. അല്ല അവരൊരു ഭൂരഹിതരില്ലാത്ത കേരളം, ഭവന്റെ രഹിതരില്ലാത്ത കേരളം അങ്ങനെ കുറച്ച് ആശയവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. വട്ടവർ അവരെന്തോ ആവട്ടെ, പക്ഷെ സൈലന്റ് ആയിട്ട് അങ്ങനല്ല, അവര് രാഷ്ട്രീയത്തിലുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നേ BJP തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ BJP എന്ന പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഉണ്ട്. അപ്പൊ വട്ടവർ മറ്റല്ല, അവരാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അന്നും ഞാൻ ഫസ്റ്റ് ഇയർ പ്രോഗ്രാമിന് പോയ സമയത്തും ഇതേ ആശയവുമായിട്ടാണ് എന്നെ വിളിക്കുന്നത് അവര് സെല്ലിന്റെ. ആ സമയത്ത് ഞാൻ എന്താ പറഞ്ഞ അദ്ദേഹത്തോടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനായി കണ്ടതുകൊണ്ട് ഞാൻ അവിടെ പോവുകയും അവിടെ പങ്കെടുക്കുമ്പോഴും എന്നോട് ഇദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരിക. അപ്പൊ ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല ഗോപിയേട്ടാ, പിന്നെ ചാരിറ്റിയായിട്ട് പോട്ടെ, എനിക്കതൊട്ടും അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരുപാട് ഭൂമി ഇല്ലാത്ത ആളുകള്, അങ്ങനെ കുറെ ആളുകള് അമ്മമാര് കരയുന്നത് ഞാൻ കണ്ടത്. കരയുന്നത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ എന്നെയും ബാധിക്കും. ഞാൻ പെട്ടെന്ന് മറ്റൊരാളുടെ അവസ്ഥ കാണുമ്പോൾ അത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ആ സമയത്ത് എന്നോട് ഗോപിയേട്ടൻ ചോദിച്ചു, നിഷ നിനക്ക് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നീ നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ. ആ ഒരു വാക്ക് എന്നെ വല്ലാണ്ട് ഇതാക്കി, മനസ്സിലേക്ക് എടുത്തു. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. BJPയിലല്ലായിരുന്നു ഞാൻ ജനത, അത് BJPയുടെ ഘടകകക്ഷിയായിട്ട് എനിക്ക് മുത്തലാഖ് പോലെയുള്ള കുറെ കാര്യങ്ങളും അങ്ങനെയുള്ളതായിട്ട് എനിക്ക് BJPയോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. ആ സമയത്ത് ഇത് BJPയുടെ ഘടകകക്ഷിയായിരുന്നു, ജനതാദൾ യുണൈറ്റഡ്.
ആ ആ ആ. അപ്പോൾ അങ്ങനെ വന്ന് പതിയെ ഞാൻ BJP-യിലേക്ക് കയറി. ഉം. അങ്ങനെയാണ് ഉണ്ടായത്. അതല്ല അങ്ങനെയുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയോഗമായിരിക്കാം എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരേണ്ടത്. അന്നത്തെ ആ ചോദ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. ഇന്ന് ഇത്രയും ചാരിറ്റിയും ബ്ലഡ് ഡൊണേഷനും ഇത്രയും ഒക്കെ ആയിട്ട് ആൾക്കാരിൽ പോകും. നിന്ന് ചീത്ത കേൾക്കേണ്ടിയും തെറിയഭിഷേകം കിട്ടേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു അല്ലേ? അല്ല, അതിലെനിക്ക് കുഴപ്പമില്ല. എനിക്ക് തന്ന വേദനകളൊക്കെ പിന്നീട് എന്നെ ശക്തമാക്കിയിട്ടുള്ള ഹസ്ബൻഡുമായിട്ടുള്ള വേദനകൾ, അദ്ദേഹം തന്ന ഒരുപാട് ദുരിതങ്ങൾ. ആ ഒരു എൻ്റെ ഹസ്ബൻഡ് ആയിരുന്ന ആള് നല്ലൊരു മനുഷ്യനായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ 4 ചുമരുകൾക്കുള്ളിൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിട്ടുണ്ടാവും. അപ്പൊ ദൈവനിയോഗം അതല്ല. ഞാൻ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പഠിക്കാം, അല്ലെങ്കിൽ +2 അത് കഴിഞ്ഞ് എൻ്റെ പഠനം അവിടെ നിന്നു. എന്നത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് എൻ്റെ പഠനം കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിനൊരു ഡെലിവറി ഒക്കെ നടന്നെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് എങ്ങനെയൊക്കെ പഠിച്ച് എക്സാം എഴുതാൻ കഴിഞ്ഞു, BEd എടുക്കാൻ കഴിഞ്ഞു, PG അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേദനകൾ സഹിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു കവിത വായിക്കുന്നു. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിലെ നദിയുടെ പേര് ഞാൻ മറന്നുപോയി. അതൊരു വീണയായതിന്റെ ശേഷം ആ വീണ പറയുന്ന വരികളാണത്. അപ്പൊ ആ വീണയാവാൻ ആ മരം ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ് മനോഹരമായിട്ടുള്ള ഒരു വീണയായിട്ടുള്ളത്. അത് തന്നെയാണ്, എത്രത്തോളം നമ്മളെ വേദന സഹിക്കാൻ തയ്യാറായോ അത് നമ്മളെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ആഭരണമാകുമ്പോൾ സ്വർണം സഹിക്കുന്ന വേദനകളില്ലേ, തീക്കുള്ളിൽ കിടന്നൊരുക്കുന്നില്ലേ, അപ്പോൾ അതിനുശേഷമാണ് അത് കണ്ണിന് മനോഹരമായിട്ടുള്ള ഒരു തരത്തിലേക്ക് അത് മാറുന്നത്. അതിപ്പോ ഗ്ലാസുകളാണെങ്കിൽ പോലും അതൊക്കെ സഹിക്കുന്ന തീയിൽ കിടന്നിട്ട് ഉരുകി ആ ഒരു ലെവലിലേക്കായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാവുമ്പോൾ ആ രൂപം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് സഹിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്. ആ വേദനകൾ സഹിക്കാതെ ആരും തന്നെ അത്തരത്തിലും മനോഹരമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കല്ലേറുകളൊന്നും എനിക്ക് വേദനയായിട്ട് തോന്നുന്നില്ല. എന്നെ അറിയുന്നതൊന്നും എനിക്ക് വേദനയില്ല. അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വേദനകളും നാളേക്കുള്ള ഒരു എന്താ പറയാ നിങ്ങളാക്കി മാറ്റിയെടുക്കാൻ പോകുന്ന വേദനകളാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരിക്കൽ പോലും കാലിടറി വീഴിച്ചിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെ ദൈവം വരുത്തിയിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ. കാരണം ഞാൻ ആരെയും വേദനിപ്പിക്കാത്തത് കൊണ്ട് പല മിറാക്കിളുകളും എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. ഇന്നും ഒരു പാവപ്പെട്ട പെൺകുട്ടി, ആരോടും തല ഉയർത്തി സംസാരിക്കാതെ തല താത്തിയ മുക്കനേക്കിട്ട് പോകുന്ന ഒരു പെൺകുട്ടി, ഒരു ഒന്നും അറിയാത്തൊരു പെൺകുട്ടി ഇത്രയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ സഹിച്ച വേദനകളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്ന് ഞാൻ എവിടേക്ക് എത്തിയെന്നല്ല, ഇത്രയെങ്കിലും ഇത്തിരി ഒരു ശ്വാസം എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ 3 മക്കളുടെ കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതും ഒരു നിയോഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉള്ളതൊക്കെ ഒരു പക്ഷെ അത് സഹിച്ച് പ്രാപ്തിയാണ്. നമുക്കൊരു വേദന തരണമെങ്കിൽ ദൈവത്തിന് അറിയാം നമുക്കത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയും ദൈവം നമുക്ക് തരില്ല. അപ്പൊ അത് ഇപ്പോൾ എനിക്കിതിലൊന്നും വേദനയില്ല. പക്ഷെ എൻ്റെ പേരൻസിന് അത്രമാത്രം വേദന സഹിക്കാൻ കഴിയുന്ന ആളുകളല്ല. അവരെ വേദനിപ്പിക്കുന്നത് മാത്രമാണ് എനിക്കൊരു വേദന. എന്നെ വേദനിപ്പിക്കുന്നതൊന്നും എനിക്ക് വേദനയല്ല. അതറിഞ്ഞുകൊണ്ടാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സങ്കടം. അത് സാരമില്ല, അതൊക്കെ മാറിക്കോളും. ഇന്ന് കല്ലെറിയുന്ന ആൾക്കാരെ നാളെ നിങ്ങൾക്ക് വേണ്ടി എന്താ പറയാ പുഷ്പാർച്ചന നടത്തും. അല്ല, അതെനിക്കറിയാം. സത്യം പറഞ്ഞാൽ പലപ്പോഴും എൻ്റെ എഡ്യൂക്കേഷൻ കാലത്തായാലും ഒക്കെ പലതും ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പഠിച്ചുകൊണ്ട് വിവാഹം കഴിഞ്ഞ് പഠിച്ചത് കൊണ്ട് തന്നെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷമുണ്ട്. എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാണ്ട് മെൻ്റലി ഫിസിക്കലി എന്നെ ഉപദ്രവിച്ചു കൊണ്ടുള്ള ഒരാളിൽ നിന്നാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അപ്പം അപ്പോഴൊക്കെ എന്താ പറയുക, നമുക്കത് നമ്മുടെ മനസ്സിൽ പോലും പൊടുതലൊന്നും നിൽക്കാതെ നമ്മൾ പോയി എഴുതിയിട്ടും നമുക്ക് പാസ്സാവാൻ പറ്റി. നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രൊഫഷണൽ നമ്മളെ കയ്യിലേക്ക് എത്തി. ഇതൊക്കെ കാരണം ഞാൻ ടീച്ചറായിട്ട് പോകുകൊണ്ട് അവിടെ നിന്നൊരു ട്രെയിനിങ് മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള പല മേഖലയിലേക്ക് എനിക്ക് തിരിയാൻ എൻ്റെ മക്കൾ തന്നെയാണ് അതിനൊരു പ്രചോദനമായത്. അമ്മ എന്നുള്ള വികാരം അത് വലിയൊരു വികാരമാണ്. അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഏതൊരു പെണ്ണും തയ്യാറാകും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. നിങ്ങളെ പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സഹോദരിമാരോട്, വനിതകളോട്, സ്ത്രീരത്നങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
എനിക്ക് അവരോട് പറയാനുള്ളത് തളർന്നു പോകരുത്. ഇടറി വീണ് പോയി കഴിഞ്ഞാൽ ആരും താങ്ങാനുണ്ടാവില്ല. പിന്നെ പെണ്ണിന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്, പെണ്ണിന് താങ്ങാനൊരു ചായ ഇപ്പോൾ ആരെങ്കിലും താങ്ങാനുണ്ട്. ഇപ്പോൾ അത് ആ താങ്ങിൽ അങ്ങനെ പോകും. ഇപ്പോൾ ചായാനൊരു മരമുണ്ടെങ്കിൽ അത് ചാഞ്ഞ് തന്നെ വളരുന്ന കണ്ട് ചില വള്ളികൾ അങ്ങനെ, ചില ചെടികൾ അങ്ങനെയാണ്. അത് നഷ്ടപ്പെട്ടാൽ വീണു പോകും. പക്ഷെ അങ്ങനെ ആകരുത്. സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാലന്റുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് എനിക്ക് ആരും ഇല്ല എന്നുള്ള ഒരു നഷ്ടബോധത്തിലേക്ക് പോലെ, പ്രത്യേകിച്ച് വിധവകളോടാണ് എനിക്ക് പറയാനുള്ളത്. ചിലർക്ക് പറയും എനിക്ക് കുട്ടികളായി എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി, അതല്ലെങ്കിൽ ഭർത്താവ് ഇല്ല മരിച്ചു, അവരൊക്കെ ഇനി ഞാൻ എന്തിനും ജീവിക്കണം. ഇതേ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്ന് ഒരു തവണ ആത്മഹത്യയിലേക്ക് വരെ പോയി, ട്രെയിനകത്ത് ആത്മഹത്യയിലേക്ക് വരെ പോയി അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരാളെന്നുള്ളതാണ്. ഇപ്പോഴൊന്നല്ല, അന്നത്തെ ഒരുപാട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോ അതിൽ നിന്നും ഉള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ ശ്രീരത്നങ്ങളോടൊക്കെ പറയാണ്, നിങ്ങളെ ഉള്ളിലുള്ള തീ നിങ്ങൾ കണ്ടെത്തണം. ആ തീ കണ്ടെത്തുക. അതല്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു ഡയമണ്ട് ഉണ്ട്, അത് ചളി പിടിച്ചൊരു കുഴിയിൽ കിടക്കുന്ന ആ ഡയമണ്ടിനെ മിനുസപ്പെടുത്തി തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് പ്രകാശം തരുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ ഇവിടെയുള്ള ഓരോ സ്ത്രീക്കും കഴിയും. കാരണം അതുകൊണ്ടാണ് ഇത്രയും ഡെലിവറി പെയിൻ പോലെയുള്ള വലിയ പെയിൻ സ്ത്രീകൾക്കാണുള്ളത്. അതിന്റെ റീസൺ സ്ത്രീകൾ അത്രമേൽ ശക്തമായതുകൊണ്ടാണ്. അത് സഹിച്ച് കുഞ്ഞിന് ജന്മം നൽകാൻ അതിനുള്ള കഴിവുള്ള സ്ത്രീകൾക്ക്, അമ്മ എന്നുള്ള വികാരമുള്ള സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാൻ ഈ സമൂഹത്തിൽ പറ്റും. അതിനോളം വലിയ ഇതൊന്നുമല്ല. അപ്പോൾ തളർന്നു വീഴാതെ മുന്നോട്ട് പോകാൻ എന്തൊരു ജോലി ചെയ്യാനോ അവർക്ക് കഴിയും. പഠിച്ചെടുത്ത് ചെയ്യാൻ, ഈ സമൂഹത്തിൽ ഭാഷ പഠിക്കാനോ ഒരു ജോലി അതെനിക്ക് അറിയില്ലല്ലോ, ഞാൻ അതിന് പോയ ഭയമാണെന്ന് പറഞ്ഞാൽ ഭയം മാറ്റി വെച്ച് കുറച്ച് നാൾ അത് പഠിക്കാൻ നിന്നാൽ ഏതൊരു ജോലി ഏതൊരു സ്ത്രീക്കും ചെയ്യാം. പുരുഷനായാലും പറ്റും. സ്ത്രീയെ എൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെയാണ് ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ട് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ പറ്റും, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റുന്ന, ഞാൻ വലിയ സംഭവമൊന്നും ആയിട്ടല്ല, ഏതൊരാൾക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. എന്തായാലും സുബൈർ ബാപ്പുവിനോട് ഇത്ര നേരം നിങ്ങളുടെ വിലയേറിയ ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾ സംസാരിച്ചു. നല്ല നല്ല ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വന്നു. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളുടെ ഇതുപോലുള്ള ഇന്റർവ്യൂ ഞാൻ നേരിട്ട് വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അധികം വൈകാതെ നേരിട്ട് വന്ന് പ്രേക്ഷകരുടെ മുന്നിൽ ആരാണ് ഖമറുന്നിസ എന്നുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ രണ്ടുപേരുള്ള ഒരു ഇന്റർവ്യൂ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ ചാനലിലൂടെ. എന്തായാലും നിങ്ങളൊരു സമയം എനിക്ക് തരണം. അന്ന് ഞാൻ തീർച്ചയായും മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സമയം അത് വലിയ വാല്യുബിൾ ആണല്ലോ. അതാണല്ലോ വേണ്ടത് സമൂഹം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ജന്മം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകട്ടെ. ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. കാരണം നിങ്ങളെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ സൈലന്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുകയായിരുന്നു എന്നിട്ട്. കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിന്ന് പോകുക, ആ ഒഴുക്ക് നിന്ന് പോകുന്ന കഴിഞ്ഞാൽ സൈലന്റ് ആയി കേൾക്കായിരുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ അതിലുള്ള ഓരോ പോയിന്റുകളും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ ഇതുവരെ കേൾക്കാതെ ഓരോ പോയിന്റുകൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, ഞാനൊരു വ്ളോഗറും കൂടിയാണ്. ഞാനൊരു പല കണ്ടന്റിന് പല പോയിന്റുകളൊക്കെ എടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഒരുപാട് അറിവുകൾ എനിക്കിപ്പോ ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരുപാട് അറിവുകൾ നിങ്ങളിൽ നിന്ന് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനും അത് യൂസ് ചെയ്ത് ഞാൻ എന്റേതായിട്ടുള്ള ജീവിതത്തിലേക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട് എടുക്കും. എന്തായാലും വേണ്ട, നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? പ്രേക്ഷകരോട് എന്താ പറയാ, എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ, പരസ്പര വിദ്വേഷമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് തീവ്ര ചിന്താഗതിയൊക്കെ വെച്ച് മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ എന്റെ അനുഭവത്തിൽ നിന്ന് അപ്പുറത്തേക്ക് മനുഷ്യനായും ഈ നല്ല വ്യക്തികളായി മുന്നോട്ട് പോകാൻ ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. അതോടൊപ്പം അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാവണമെന്ന് അപേക്ഷയുള്ളൂ. അപ്പൊ ഓക്കെ, നമ്മൾ ഈ ഒരു ഫോൺ മുഖാന്തരമുള്ള ഒരു ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.